നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സർഗ ഗ്രന്ഥാലയം വനിതാവേദി കൂത്താളിത്തെരുവിന്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വനിതാവേദി കൺവീനർ ഇ.കെ. സുമ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സർഗ ഗ്രന്ഥാലയം കൂത്താളിത്തെരു വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 30ഓളം വനിതകൾ 60-ൽ പരം ചക്ക വിഭവങ്ങളുമായാണ് എത്തിയത്. ആരോഗ്യകരമായ ചക്ക വിഭവങ്ങളെല്ലാം തന്നെ രുചികരമായിരുന്നു. ചക്കപ്പായസം, ചക്കലഡു, ചക്ക ഹൽവ, ചക്ക ബജി, ബട്ടർ ചക്ക, ചക്കപ്പുട്ട്, ചക്കജൽ, ചക്കവട, ചക്ക അച്ചാർ, ചക്കക്കുരു ഹൽവ, പച്ച ചക്കപ്പായസം തുടങ്ങിയ വിഭവങ്ങൾ ഫെസ്റ്റിന് കൊഴുപ്പേകി. വനിതാവേദി ജോയിന്റ് കൺവീനർ ജയന്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി കൺവീനർ ഇ.കെ. സുമ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ക്ലാസ് ഒക്കെ അറിഞ്ഞു വന്ന നമ്മുടെ ലൈബ്രറിയിൽ വിന്റേജ്. അപ്പോൾ ചക്കയുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയും വിവിധതരം അത് ഉണ്ടാക്കുന്നതിന് പല കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ വിന്റേജ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ ഈ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നമ്മൾ അതൊരു ചക്കപ്പുഴുക്കും ചക്കപ്പായസവും ഒക്കെയാണ്. പിന്നെ അതിൽ നിന്ന് മാറ്റം വന്ന് ചക്കക്കുരു ജ്യൂസ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ പല ഉൽപ്പന്നങ്ങളും, അതായത് മായം കലരാത്ത അതാണ് നമ്മുടെ ചക്ക. ക്യാൻസർ രോഗത്തിൻ്റെ അടക്കം പ്രതിരോധമുള്ളതാണ്. ചക്കക്കുരുവിൽ കൂടി നമുക്ക് പ്രതിരോധം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചക്കയുടെ അതായത് നമ്മൾ ഉപയോഗിക്കാതെ പോക്കിക്കളയുന്ന സാധനം ആ ചോപ്പ് ചക്ക പോലുള്ള നാടൻ വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിൽ നിന്ന് അകന്നു പോകുന്നതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കടന്നുവരുന്നതിന്റെ അപകടത്തെപ്പറ്റിയും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ.എം. ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. വാർഡ് മെമ്പർ എ.സി. ബിജു, ഗ്രന്ഥാലയം സെക്രട്ടറി സി. രാജേഷ്, പ്രസിഡന്റ് കെ. ഗംഗാധരൻ, എൻ. രവീന്ദ്രൻ, കെ. സജീവൻ, സുധീഷ് ഗ്രീൻ ഓർഗാനിക്, കെ. ബിജു, ഗോകുൽദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർഗ ഗ്രന്ഥാലയം ഒരുക്കിയ ഈ ചക്ക ഫെസ്റ്റ് ഗംഭീര വിജയമാണ്. ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് 10-40ഓളം ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇതെല്ലാം നമ്മൾ രുചിച്ചു നോക്കി. ഒന്നും നമ്മളെ എന്താ പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം ഇത്രയും നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫെസ്റ്റാണ് ഇവിടെ നടന്നത്. എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ്. ഈ ചക്ക പൊരിച്ചതും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും, ചക്ക പായസം, ചക്കക്കുരു പായസം, ചക്ക ചേണീന്റെ സാധനം, പോണ്ടി, ഇങ്ങനെ ചക്ക കൂഞ്ഞു മുതൽ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുള്ള വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഒരുക്കിയ എല്ലാ സ്ത്രീജനങ്ങളോടും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ നല്ലൊരു ഫെസ്റ്റാണ് ഇവിടെ നടന്നത്. ബിന്ദു രാമദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് രമ്യ ഉല്ലാസ് നന്ദി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ചക്ക കൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ കാണുന്നത്. ഞാൻ ഉണ്ടാക്കിയത് ചക്കക്കുരു കൊണ്ടുള്ള പായസമാണ്. ചക്ക കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാൻ അറിയുന്നത്. ചക്ക ഫെസ്റ്റ് നല്ലൊരു അനുഭവമായി മാറിയതായി സംഘാടകരും പങ്കെടുത്തവരും പറഞ്ഞു. കൂത്താളിത്തെരു ഒരുക്കിയ ഈ ഒരു ചക്ക ഫെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. വിവിധ തരം 60-ൽ പരം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ ഒരു ചക്ക ഫെസ്റ്റിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് യുഗത്തിൽ ഈ ഒരു ചക്ക എന്ന വളരെ ഫലപുഷ്ടമായ ഈ ഒരു ഫലം നമുക്ക് അതുകൊണ്ട് 60-ൽ പരം വിഭവങ്ങൾ, അത് തന്നെ വളരെ രുചികരമായ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മളിവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീകളൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നാലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ രുചികരമായ ഒരു വിഭവം തന്നെയാണ് വനിതാവേദി, സർഗയുടെ വനിതാവേദി ഒരുക്കിയത്. അതിന് സർഗയുടെ വനിതാവേദിക്ക് എല്ലാവിധ നന്ദിയും ഈ സർഗയുടെ പേരിൽ അറിയിക്കും. ഫെസ്റ്റിൽ വിഭവങ്ങൾ തയ്യാറാക്കിയവർക്ക് സമ്മാന വിതരണം നടന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.